രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുന്നില്ല. അയാൾ ഒരു നടക്കൊന്നും പോവില്ല. അയാൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ അറിയില്ല. ആരാണ് അദ്ദേഹത്തെ ഉപദേശിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും എങ്ങനെയായാലും ജാമ്യം കിട്ടിയാലും പുള്ളിക്ക് പിന്നെ കോടതിയിൽ നിന്ന് എന്തായാലും പുള്ളിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? ജാമ്യം കിട്ടി കേസ് മാത്രം പറയില്ല, കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുമല്ലോ. ജാമ്യം കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഹൈക്കോടതിയിൽ? കാരണം അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു കേസാണല്ലോ ഇത്. തെളിവെടുക്കേണ്ടി വരും. ഇനി അല്ലെങ്കിൽ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ കൊടുത്തെങ്കിലും കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കസ്റ്റഡിയിൽ പോകേണ്ടി വരും. അപ്പോൾ ഇതാരാണ് അദ്ദേഹത്തെ ഉപദേശിക്കുന്നതെന്ന് അറിയില്ല. ഇന്നലെ കാസർഗോഡ് കസബ പോലീസ് സ്റ്റേഷനിൽ വെളുക്കുന്നേരം മജിസ്ട്രേറ്റ് ഇരുന്നു എന്നാണ് പറയുന്നത്. സന്നാഹങ്ങൾ ഡിവൈഎഫ്ഐ പൊതുച്ചേറുമായിട്ട് പോയി, കോൺഗ്രസ്സുകാർ പോയി, അല്ല പിന്നെ BJP-ക്കാർ പോയി, പിന്നെ കുറച്ച് കോൺഗ്രസ്സുകാർ ഇത് കാണാൻ വന്നു, പത്രപ്രവർത്തകരെല്ലാം അവിടെ അടകടന്നു, ചാനലുകാരൊക്കെ. വല്ലതും സംഭവിച്ചോ? എന്തൊരു മോശമാണ്. പക്ഷേ ഇപ്പോൾ അബി വർക്കിയും എല്ലാ ടീമുകളും, അഭിജിത്തും എല്ലാ ടീമും ഇറങ്ങിയിട്ടുണ്ട്. മുകേഷ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി വേറൊരു തലത്തിലേക്ക് സ്കോർ മാറിയടിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. പക്ഷേ സ്കോർ ബോർഡിൽ, ഇടതുപക്ഷത്തിൻ്റെ സ്കോർ ബോർഡിലേക്ക് ഇപ്പോൾ വല്ലാതെ ഗോൾ പോസ്റ്റിലേക്ക് ഗോളടിച്ച് കയറ്റുമ്പോൾ ശകലം സമയം താമസിച്ചു പോയി. കാരണം ഇനിയിപ്പോൾ 4 ദിവസമേ ഉള്ളൂ ഇലക്ഷന്. ഇന്ന് 5 ആയാലും ഇനിയിപ്പോൾ 9-ാം തീയതി തെരഞ്ഞെടുപ്പായില്ലേ, നാളെ കൂടെ ഉള്ളൂ, പിന്നെ അല്ലെ ഞായറാഴ്ച വരെ ഉള്ളൂ ഈ പ്രചരണ പരിപാടികൾ. അടുത്ത ദിവസം തെരഞ്ഞെടുപ്പായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യത കുറഞ്ഞാണ് വരുന്നത്. എന്തായാലും വളരെ മനോഹരമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ ഓടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടാതെ പാവപ്പെട്ടവൻ ജയിലിൽ കിടന്ന് അത് വേറൊരു കഥ. 20ഓളം പേർ അല്ലാതെ ജയിലിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നു. അപ്പോൾ 10-25 ആളുകൾ ഇതിനകത്തേക്ക് പോയി. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 3-നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 4-നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സത്യപ്രതിജ്ഞ. അതേ ഡിസംബർ 4 ഒരു വർഷം ആയപ്പോൾ കറക്റ്റ് ഡിസംബർ 4-ന് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു. ജാമ്യം കിട്ടുന്നില്ല. അത് അപ്പോൾ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നത് ഞാൻ ചത്തുകളയും, തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ ചാടിച്ചാവും എന്നൊക്കെ പറയുന്നു. എന്തൊരു കഷ്ടമാണ്. ആ കുടുംബത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ, ഒരു സമൂഹത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ, ഇവിടുത്തെ സ്ത്രീകളെ കാര്യം ആലോചിച്ചാൽ, രാഷ്ട്രീയ രംഗത്ത് വരുന്നവരുടെ കാര്യം. ഇതിനിടയിൽ ഷാഫിയും പെട്ടിട്ടുണ്ട്. ഷാഫി പറമ്പിൽ ഈ എന്താണ് പിന്നെ നാറ്റമുള്ളവനെ ചുമന്നാൽ, അതങ്ങനെയല്ല പറയുന്നത്, പിന്നെ ചാനലിലൂടെ നമ്മൾ അങ്ങനെ പറയാൻ പറ്റും. നാറ്റമുള്ളവനെ ചുമന്നാൽ ചുമക്കുന്നവനെ നാറും എന്ന് പറയുമല്ലോ. അപ്പം അങ്ങനെ ഷാഫിയും പെട്ടിട്ടുണ്ട്. ഇനി ഷാഫി പറമ്പലിനെതിരെ ഏതെങ്കിലും സ്ത്രീകൾ വരുമോ എന്നുള്ളതാണ് അടുത്ത രാഷ്ട്രീയ കൗതുകം. അങ്ങനെ ഷാഫി പറമ്പലിനെതിരെയും ഏതെങ്കിലും സ്ത്രീകളൂടെ വന്നാൽ എന്തായിരിക്കും? 2 രാഷ്ട്രീയ ജിഖുകൾക്ക്, രണ്ട് പേർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, ഒരു മുസ്ലിം സമുദായ ന്യൂനപക്ഷത്തിൽ നിന്ന് വളരെ വലിയ നേതാവ് ഉയർന്നു വന്നിട്ടുള്ള ഷാഫി പറമ്പിലും, ഹിന്ദു സമൂഹത്തിൽ നിന്ന് കോൺഗ്രസിന് കണ്ടെത്തി കൊണ്ടുവരാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ള, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലും പത്തനംതിട്ട എന്നൊക്കെ വളരെ മനോഹരമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര വലിയ ഹൈപ്പിൽ വന്നവരാണ്. ഷാഫിയും കൂടെ വീണാലുണ്ടല്ലോ കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും. എത്ര ആളുകളായിരിക്കും ഇനി വീഴാനിരിക്കുന്ന അറിയാവോ? മാത്രമല്ല ഇതൊരു പരമ്പരയാണ്. ഇനി മൂത്ത കുറേ ചേട്ടന്മാരുണ്ട് ഇതിനകത്ത്. സ്വകാര്യമായും രഹസ്യമായും കാര്യങ്ങളിൽ പല സ്ത്രീകളുടെയും കണ്ണുനീരിൻ്റെ കഥ പറയുന്ന ഒരുപാട് കഥകൾ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഉണ്ടെന്നേ. ആ കണ്ണുനീരിൻ്റെ കഥകൾ സ്ത്രീകളൊന്ന് മനസ്സ് തുറന്നാൽ സിനിമയുടെ ഹേമ കമ്മിറ്റി പോലല്ല. ഇതിവിടെ അങ്ങ് നിൽക്കില്ല, മാലപ്പടക്കങ്ങളൊക്കെ പൊട്ടും, പടപടാ പൊട്ടും. അതുകൊണ്ട് കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും വളരെ പെട്ടെന്ന് ഇതുപോലത്തെ കാര്യം വരുമ്പോൾ രഹസ്യമായി പറഞ്ഞ് ഒതുക്കി തീർക്കാതെ അങ്ങനെയുള്ള ആളുകളെ അങ്ങ് പുറത്താക്കി രഹസ്യമായിട്ട് അവരെ സംഘടനാപരമായി താഴെ ഇറക്കി നിർത്തുന്ന പരിപാടിയിലേക്ക് പോയില്ല എങ്കിൽ ഇത് നാട്ടിൽ വലിയൊരു കലാപത്തിലേക്ക് പോകും. സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും പിന്നെ ഉണ്ടാകുക. അങ്ങനെ നേതാക്കളുടെ സ്വന്തം ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കാത്തവരുടെ, അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളെ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടു കൊടുക്കാത്തവരുടെയൊക്കെ കാര്യം വളരെ കഷ്ടമായി പോകും എന്നുള്ളതാണ് ഒരു ചരിത്രം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ സ്ത്രീകളും ഒന്ന് ശ്രദ്ധിക്കണം, രാഷ്ട്രീയ പാർട്ടികളിൽ ശ്രദ്ധിക്കണം, പുരുഷന്മാരെ ശ്രദ്ധിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാഠം ഒരു പാഠമാകട്ടെ, അദ്ദേഹം കീഴടങ്ങിയാലും ഇല്ലെങ്കിലും.